കേരളത്തിൽ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ ബുർഖ വിവാദമായി നിൽക്കവേ തന്നെ ഇപ്പോൾ സ്വീഡനിൽ നിന്നും ബുർഖ നിരോധിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. ഇറ്റലിയെ മാതൃകയാക്കിക്കൊണ്ട് സ്വീഡനും മാറ്റത്തിന്റെ പാതയിലാണ് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ബുർഖ പൊതു ഇടങ്ങളിൽ ധരിക്കുന്നത് അടിമത്വത്തിന്റെ സൂചനയാണ് എന്നതാണ് സ്വീഡിഷ് ഉപപ്രധാനമന്ത്രിയായ ബുഷ് എബെ ശക്തമായി തന്നെ വാദിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിലോ ഇറാനിലോ ബുർഖ ധരിച്ച് നടക്കുന്നത് പോലെ തന്നെ സ്വീഡനിൽ ധരിക്കാൻ ഇനി കഴിയില്ല. സ്വീഡനിലെ സ്ത്രീകൾക്ക് സകല അധികാരവും നൽകുന്ന ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സർക്കാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അടിമത്വത്തിന്റെ ചിഹ്നമായ ബുർഖ നിരോധിക്കണമെന്ന ശക്തമായ വാദവുമായിട്ടാണ് അവിടുത്തെ സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിന് തുല്യമായി എന്നതിനാൽ തന്നെയാണ് ഇറ്റലിയിലും ബുർഖ നിരോധിക്കാൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ആകട്ടെ രാജ്യമെമ്പാടുമുള്ള പൊതുസ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ബുർഖയും ഹിജാബും അല്ലെങ്കിൽ നിഖാബും എല്ലാം തന്നെ നിരോധിക്കാൻ അവർ ഒരു ബില്ല് കൊണ്ടുവരാൻ ഒരുങ്ങുന്നതായിട്ടുള്ള വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സ്വീഡനും സമാനമായ രീതിയിലുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. സ്വീഡനിൽ കഴിയുന്ന ഇസ്ലാം മത വിശ്വാസികൾ രാജ്യത്തിന്റെ നിയമവുമായി പൊരുത്തപ്പെടണമെന്നും അതുപോലെ ഇറാനിലോ സൗദിയിലോ നടക്കുന്നത് പോലെ തന്നെ സ്വീഡനിൽ നടക്കാനാകില്ല എന്നതാണ് ഉപപ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പൊതു ഇടങ്ങളിൽ ബുർഖ ധരിക്കുന്നത് സ്ത്രീകളെ അടിച്ചമർത്തുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ അതുപോലെയാണ് എന്നത് വ്യക്തമാക്കുന്നു. റോഡുകൾ, ഷോപ്പിംഗ് സെന്ററുകൾ, ആശുപത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ബുർഖ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. സ്വീഡനിലെ മുനിസിപ്പാലിറ്റികൾ, സ്കൂൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും നേരത്തെ തന്നെ ശ്രമം നടത്തി വരികയായിരുന്നു. നമുക്ക് സാധിക്കുന്നതുവരെ ബുർഖ നിരോധിക്കണമെന്നതാണ് ഉപപ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മതപരമായ അടിച്ചമർത്തൽ നടത്തുന്നവരെ ശിക്ഷിക്കണമെന്നും പെൺകുട്ടികളുടെ ശരീരത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും അതിനായി തന്നെ നഴ്സറി, പ്രൈമറി സ്കൂൾ കാലം മുതൽക്കേ തന്നെ കുട്ടികൾക്ക് ഹിജാബ് ധരിക്കാൻ നിർബന്ധിപ്പിക്കരുത് എന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്നത്. നവംബറിൽ നടക്കുന്ന യോഗത്തിൽ ബുർഖയും നിഖാബും എല്ലാം തന്നെ നിരോധിക്കുന്നതിനെ കുറിച്ച് പരിഗണിക്കുമെന്നും പൊതുസ്ഥലങ്ങളിൽ ബുർഖയും നിഖാബും ഒക്കെ തന്നെ നിരോധിക്കണമെന്നും ഇതിൽ പിഴ ചുമത്തണമെന്നുമുള്ള ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇത്തരമൊരു നീക്കം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഇറ്റലിയിൽ ബുർഖ നിരോധിക്കാൻ ഒരു പുതിയ ബില്ല് കൊണ്ടുവരാൻ ഒരുങ്ങുകയായിരുന്നു അവിടുത്തെ സർക്കാർ. ഇസ്ലാമികവും സാംസ്കാരികവുമായ വേർതിരിവ് ഇല്ലാതാക്കുന്നതിൻ്റെ ഒരു പടിയായി എന്ന ആ ഒരു രീതിയിലാണ് ഇത്തരം ഒരു നീക്കമെന്നായിരുന്നു സർക്കാർ വ്യക്തമാക്കിയത്. കരട് ബില്ല് അനുസരിച്ചുകൊണ്ട് നിയമം ലംഘിക്കുന്നവർക്ക് 300 പൗണ്ട് മുതൽ 3000 പൗണ്ട് വരെ, അതായത് ഏകദേശം 27,000 രൂപ മുതൽ 2.7 ലക്ഷം രൂപ വരെയാണ് ഇതിൽ പിഴ ചുമത്തുന്നത്. കൂടാതെ തന്നെ പള്ളികളുടെ ഫണ്ടിംഗ് സുതാര്യമാക്കുവാനും മതസ്ഥാപനങ്ങളിലേക്കുള്ള വിദേശ സംഭാവനകൾ നിയന്ത്രിക്കുവാനും ഈ ഒരു കരട് നിയമം വ്യവസ്ഥ ചെയ്യുന്നു എന്നതാണ് അതിലൂടെ വ്യക്തമാക്കുന്നത്. അതേസമയം ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഗസ്വ ഹിന്ദ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആസൂത്രിതമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൃഷ്ണരാജ്, അതായത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇതിൽ പ്രതികരിച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ സമീപ ദിവസങ്ങളിലായി തന്നെ കേരളത്തിൽ ഒട്ടനവധി ഹിജാബുമായി ബന്ധപ്പെട്ടും ബുർഖയുമായി ബന്ധപ്പെട്ടും നിരവധി വിഷയങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ പള്ളുരുത്തി സ്കൂളിൽ നടന്നതുപോലെ തന്നെ സമാനമായ പ്രശ്നങ്ങൾ ഇതിനു മുൻപും പല സ്കൂളുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല ഹിന്ദു പെൺകുട്ടികളെ വലവീശി പിടിച്ചുകൊണ്ട് അവരെ ഹിജാബ് ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകളടക്കം പുറത്തു വന്നിരുന്നു. ഇതെല്ലാം നിലനിൽക്കെ തന്നെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. എല്ലാ മതത്തിലും പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുവദിക്കണം. പള്ളുരുത്തിയിൽ നടന്ന സംഭവം വെറുതെ വിടാനുള്ള ഒരു സംഭവമല്ല എന്നും കർണാടകയിൽ ചീറ്റിയ കളികളെല്ലാം തന്നെ ഇപ്പോൾ കേരളത്തിൽ അവർ മറയാക്കി നടത്തുകയാണ് എന്നും, മറിച്ച് ഇത് ഛത്തീസ്ഗഡിലോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലുമാണ് നടന്നതെങ്കിൽ അവർ ശബ്ദമുയർത്തുമെന്നും എന്നാൽ കേരളത്തിൽ നടന്നാൽ അവർ അതിൽ പ്രതികരിക്കില്ല എന്നാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ മുളയിലെ നുള്ളിക്കളയണമെന്നാണ് അദ്ദേഹം ഇവിടെ ഈ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.